നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുഖം വെച്ചിട്ട് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ AI ചിത്രങ്ങൾ ഉണ്ടാക്കി കളിച്ചാലോ? കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടൽ പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇൻസ്റ്റഗ്രാമിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കാരണം ഇങ്ങനെ ഒരു പണി നമുക്ക് പലർക്കും കിട്ടാൻ പോവുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സുകളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫോളോ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള മ്യൂസ് ഇമേജ് എന്ന് പറയുന്ന പുതിയൊരു AI ഫീച്ചർ അല്ലെങ്കിൽ ഒരു AI ടൂളിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫീച്ചർ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഓൺ ആയിരിക്കും. അതായത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു പ്രോംപ്റ്റിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് AI ചിത്രങ്ങൾ നിർമ്മിക്കാനും ഇതിൻ്റെ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് മെറ്റ ഉപയോഗിക്കുന്ന പറയുന്നത്. അപ്പോൾ അതിലുപരി ഈ ഒരു ഫോട്ടോസൊക്കെ ആരും ഉപയോഗിച്ചു എന്നുള്ളൊരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മെറ്റ തരുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പ്രൈവസി ബാധിക്കുന്ന കാര്യമാണ്. ഇത് എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൽ അതിൽ സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടാബിലോട്ട് പോവുക. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിൽ ഷെയർ ആൻഡ് റിയൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കാണുന്ന അലോ പീപ്പിൾ ടു യൂസ് യുവർ കോണ്ടന്റ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് വിത്ത് AI ഫീച്ചേഴ്സ് അറ്റ് മെറ്റ എന്നതിന് താഴെയുള്ള പോസ്റ്റ് റീൽസ് എന്നീ 2 ടോഗിളുകളും ഓഫ് ചെയ്യുക. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യുന്നത് വഴി ഭാവിയിൽ നിങ്ങളുടെ ഫോട്ടോസ് AIക്ക് വേണ്ടിയിട്ട് ടെസ്റ്റിനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റും. എന്നാൽ ഇതിനോടകം തന്നെ നിങ്ങളുടെ ഫോട്ടോസ് ആരെങ്കിലും AI ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ പ്രൈവസി സുരക്ഷിതത്വം നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഫാമിലിയിലെ ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ടിപ്സിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട.